നമ്മളെ ഒരു ബൈക്കുള്ള വണ്ടിയുടെ 500 cc ബൈക്കാണ്, അതിൻ്റെ ടാങ്കാണ്. അപ്പോൾ ടാങ്ക് നമ്മളിതിപ്പോൾ റീപ്ലേസ് ചെയ്യാണ്. അദ്ദേഹത്തിൻ്റെ പഴയ വണ്ടിയുണ്ട്, അത് നമുക്ക് അത് മാറ്റിയിട്ട് ഇതാണ് നമ്മൾ വയ്ക്കാൻ പോകും. അപ്പോൾ 500 cc BS3 എന്ന് പറയുമ്പോൾ ഒരു നോബാണ് ഇവിടെ വരുന്നത് കേട്ടോ. BS4 ആണെന്നുണ്ടെങ്കിൽ ഒരു നോബും കൂടെ ഇവിടെ വരും. അപ്പോൾ ആ നോബെന്ന് വെച്ച് കഴിഞ്ഞാൽ ചാർക്കോൾ കണസ്റ്ററിൽ പോകുന്ന അതാണ് അത് കാണിക്കുന്നത്. ഇപ്പോൾ നമ്മൾ BS3യുടേതാണെന്നുണ്ടെങ്കിൽ ഈ ഒരു നോബേ വരാറുള്ളൂ. ഈ നോബ് ഇതിൽ നമ്മൾ ഓസ് കൊടുത്തു കഴിഞ്ഞാൽ ഇതിൽ നിന്ന് ഈ ഇവിടെ നിന്ന് വരുന്ന വെള്ളം നിറഞ്ഞിരിക്കുന്ന വെള്ളം ഇവിടെ കൂടെ ഈ ബാക്ക് ഭാഗത്തൂടെ റിലീസ് ചെയ്യുന്ന വെള്ളം ട്രെയിൻ ചെയ്ത് പോകും. അപ്പോൾ ഇവിടെ വേറെ നോബും കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് BS4ൻ്റെതാണ് ചാർക്കോൾ കണസ്റ്ററിൽ പോകുന്നതാണ് ആ ഒരു വഴി. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്, ഓൺലൈനിലാണ് ഒരു ടാങ്ക് വാങ്ങുന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു കണസ്റ്ററും കൂടെ വരും. ടാങ്കിൻ്റെ അകത്ത് വരുന്ന ഗ്യാസിനെ റിലീസ് ചെയ്ത് ചാർക്കോൾ കണസ്റ്റർ വഴി നേരെ കാർബറേറ്ററിൽ പോകും. ഇതാണ് ആ ടാങ്കിൻ്റെ ഒരു പ്രത്യേകിച്ച് ഈ ടാങ്കിനെ പറ്റി പറയണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ എമൗണ്ടും പിന്നെ ഇത് എത്രയാണ് വന്നതെന്നുള്ളത് നമുക്ക് പറയാം. പിന്നെ രണ്ടാമത് പറയണമെന്നുണ്ടെങ്കിൽ BS3യുടേതാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഈ ഭാഗത്തായിട്ട് വരും. ഫ്യുവലിൻ്റെ ആ ഉള്ള ഗേജും കൂടെ കാണിക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെയും വരും. അപ്പോൾ നമ്മൾ ഓൺലൈനിൽ വാങ്ങിക്കുമ്പോഴത്തേക്ക് ഭായിമാരെ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്യുവലിൻ്റെ നമ്മുടെ ആ ഒരു ഗേജ് കാണിക്കുന്നതിൻ്റെ കൂടെ ഇവിടെ വരും. അപ്പോൾ ഇത് ഇത്രയാണ് ഇതിൻ്റെത്. ഇത് നമ്മളൊരു പുതിയ ടാങ്ക് വാങ്ങിക്കുമ്പോൾ ഇവിടെ ഒരു സ്റ്റിക്ക് വരും. ഇതിൽ നമുക്ക് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുന്ന് ലീക്ക് വരാണ്ട സാഹചര്യമില്ല. ഇത് നമ്മൾ വണ്ടിയിൽ കൃത്യമായിട്ട് ഫിറ്റ് ചെയ്ത് കാണിക്കും. അപ്പോൾ ഇത് നല്ലൊരു ടാങ്കാണ്. ഈ ടാങ്കിൻ്റെ MRP എന്ന് പറഞ്ഞാൽ 11 ഒറിജിനൽ ടാങ്കാണ്. ഇതിൻ്റെ വെയിറ്റ് വരെയാണ് ഇതിൽ കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളൊരു പുതിയ ടാങ്ക് വാങ്ങിച്ചു. നമ്മുടെ ഒരു ടാങ്ക് വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം ഇതിന് വേറെ വിഷയമൊന്നുമില്ല, നേരെ വണ്ടി കൊണ്ട് ഫിറ്റ് ചെയ്യാമെന്ന് കരുതാം. പക്ഷേ അങ്ങനെയല്ല, നമുക്ക് ഇതേപോലുള്ള ഒരു ബൗഡൻ എടുത്തിട്ട് ഇതിൽ കൂടെ നേരെ കൃത്യമായിട്ട് ഇറക്കി നോക്കിയിട്ട്, നമ്മളൊരു പുതിയ ടാങ്ക് വാങ്ങിച്ചു കഴിഞ്ഞാൽ പോലും ഇവിടെയാണ് വെള്ളം ട്രെയിൻ ഈ നമ്മുടെ ആ ക്യാപ്പിൻ്റെ അകത്ത് വരുന്ന, അതൊക്കെ ഞാൻ കൃത്യമായിട്ട് കാണിക്കാം. ഇതിനകത്ത് വെള്ളം നേരെ വീഴുന്നു കഴിഞ്ഞാൽ ഈ ഒരു ഹോളാണ് ഇത്. നമ്മൾ ക്യാപ്പിൻ്റേതാണ് 2 സ്ക്രൂ വരുന്നത്. പക്ഷേ ഈ ഗ്യാപ്പിൽ കൂടെയാണ് വെള്ളം പോകുന്നത്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യണം, ഇവിടെ നിന്ന് ചെറിയ ഏതെങ്കിലും ഒരു ബൗഡത്തിൻ്റെ എടുത്ത് ഇങ്ങനെ നേരെ ഇട്ട് നോക്കണം. ഇട്ട് നോക്കിയിട്ട് നേരെ അകത്തോട്ട് ഇറക്കുക. ഇതാകണ്ടത് ഇങ്ങനെ ഇറക്കും. കാര്യം ഇത് പുതിയ ടാങ്കെന്ന് പറഞ്ഞിട്ട് നമ്മൾ വിശ്വസിക്കാൻ പറ്റില്ല. അപ്പോൾ ഇതിനെ നേരെ ഇറക്കി കൊടുക്കുക. കണ്ടോ, ഈ ഭാഗത്തൂടെ ഇതിങ്ങനെ വരുന്നു. ഇതാണ് ഈ ഹോളിൽ ഉള്ളത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ മാനുഫാക്ചറിങ് ചെയ്യുമ്പോൾ ഇതിനകത്ത് എന്തെങ്കിലും അടവ് വന്നു കഴിഞ്ഞാൽ നമ്മൾ പുതിയ ടാങ്കല്ലേ എന്ന് കരുതിയിട്ട് നമ്മൾ നേരെ ഇതിൽ ക്യാപ്പ് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്ത് വെള്ളം നേരെ ഇറങ്ങുന്നു. പക്ഷെ നമുക്ക് കുറച്ചും കൂടെ ഒന്ന് കൺഫേം ആക്കാൻ വേണ്ടി നമുക്ക് ഇതേപോലെയുള്ളൊരു ബൗഡം ഇങ്ങനെ ഇറക്കി കഴിഞ്ഞാൽ വെള്ളം നേരെ തിരിച്ച് വരും. പിന്നെ എന്നിട്ട് പോലും നമുക്ക് കുറച്ചൊരു വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമുക്കിതിൽ വെള്ളം വരുന്നു എന്ന് നമുക്ക് നോക്കാം. വെള്ളം ഒഴിച്ചിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഇത്രയും കൃത്യമായിട്ട് പറയണമെന്നുണ്ടെങ്കിൽ എന്നിട്ട് കാര്യം എന്ന് വെച്ചാൽ നമ്മളൊരു പുതിയൊരു ഇത് വാങ്ങിച്ചിട്ട് ഇതാകണ്ടല്ലോ. ഇതേപോലെ ഇവിടെ വെള്ളം ഇങ്ങനെ വരും കേട്ടോ. ഓക്കെ, അപ്പം നമ്മളെ പുതിയ ടാങ്കിൻ്റെ ഓക്കെ. ഇനി നമുക്ക് ഇതിനകത്ത് ക്യാപ്പ് ഫിറ്റ് ചെയ്യുന്നതാണ്. ക്യാപ്പ് ഫിറ്റ് ചെയ്യുമ്പോഴത്തേക്കുള്ള പറയാം. പിന്നെ അത് കഴിഞ്ഞിട്ട് വണ്ടിയിൽ ഫിറ്റ് ചെയ്യുമ്പോൾ ഉള്ള കാര്യം പറയാം. എല്ലാം നമുക്ക് ക്ലിയറായിട്ട് പറഞ്ഞങ്ങ് പോകാം കേട്ടോ. ഈ പെട്രോൾ ക്യാപ്പിന് കുഴപ്പമില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് തന്നെ എനിക്ക് ഫിറ്റ് ചെയ്യാനുള്ളത്. കാര്യം പുതിയത് വരുമ്പോഴത്തേക്ക് ഇതിനകത്ത് 2 സ്ക്രൂ ഇതിൽ ഉണ്ടാവും. അപ്പോൾ അതിനെ നമുക്ക് ഇളകിയിട്ട് കൃത്യമായിട്ട് ഇതിനെ നമുക്ക് വയ്ക്കാം. ഓക്കെ എന്നാൽ പക്ഷേ വയ്ക്കുമ്പോഴത്തേക്കും പറയാം. കാര്യം എന്ന് വെച്ചാൽ അറിയില്ലാത്തവർക്കാണ് പറയുന്നത്. നമ്മളിതിനെ എന്തെങ്കിലും ഒന്ന് അടച്ച് വെച്ചിട്ട് ഇതിനകത്ത് സ്ക്രൂ വീഴുന്നു കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇതിനെ സ്ക്രൂ ഓപ്പൺ ചെയ്യാം. കണ്ട എൻ്റെ കയ്യിൽ നിന്ന് മാറിപ്പോയി. പക്ഷേ എങ്കിലും ഇതിനകത്ത് വെച്ചില്ലെന്നുണ്ടെങ്കിൽ അതിനകത്ത് വീഴുന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ബുദ്ധിമുട്ടാകും കേട്ടോ.
ഇത് ഈ ഗ്യാപ്പിൽ നിന്നാണ് വെള്ളം പോകുന്നത് കേട്ടോ. ഉടച്ച് വയ്ക്കും. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഇതിൽ നല്ല ഗ്യാപ്പുണ്ട്. ഇപ്പോൾ ഇറങ്ങുന്ന വണ്ടിക്ക് നമ്മൾ ഇല്ലെങ്കിൽ കുറച്ചും കൂടെ ഗ്യാപ്പ് നമുക്ക് ഉണ്ടാക്കാം. ഇതിൽ ഇങ്ങനെ അടഞ്ഞിരിക്കുന്ന വെള്ളം വിഴുന്നു കഴിഞ്ഞാൽ ഇവിടെ നല്ല ഗ്യാപ്പില്ലെന്നുണ്ടെങ്കിൽ അത് നേരെ പോവില്ല. കാര്യം എന്ന് വെച്ചാൽ ഇതിനകത്തൂടെ കുറച്ച് ഗ്യാപ്പ്, പണ്ടത്തെ പഴയ വണ്ടിക്കൊക്കെ ആണെങ്കിൽ നമുക്ക് ഇതിനകത്തൂടെ കുറച്ച് മേളിലോട്ട് വരുന്ന ഒരു സംഭവമുണ്ട്, വരുന്ന ഒരു രീതിയുണ്ട്. പക്ഷേ ഇതിപ്പോൾ ഇതാ കണ്ടില്ല, ഇത്രയേ ഉള്ളൂ. ഇവിടെ വെള്ളം നിറഞ്ഞു കഴിഞ്ഞാൽ നേരെ വെള്ളം ഇതിനകത്താണ് വരുന്നത്. അപ്പോൾ നമുക്കതിന് ഒരു കാര്യം ചെയ്യാം. ഇതിങ്ങനെ വച്ചിട്ട് ഒരു 2 തട്ട് ഇങ്ങനെ തട്ടിക്കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഇതിൽ പെയിൻറ്റ് വേറെ വിഷയമില്ല, എങ്കിലും നമുക്ക് തട്ടിക്കഴിഞ്ഞാൽ ഇതിനകത്ത് നിന്ന് നേരെ വെള്ളം ഇതിനകത്തോട്ട് പൊയ്ക്കോളും കേട്ടോ. നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് പക്ഷെ നമ്മൾ തുണി എടുക്കാതെ തന്നെ ഇത് ചെയ്യണം. ഇത് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഇതാകണ്ട, ഗ്യാപ്പായി കുറച്ചും കൂടെ അടിയിലോട്ട് മടങ്ങി കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ഒരു പഞ്ചിങ്ങാണ് സാധനം, പഞ്ചിങ്ങിൻ്റെ ഉള്ള സാധനമാണ്. ഇത് വെച്ചിട്ട് 2 തട്ട് കെട്ടിയാൽ ഓക്കെ. പിന്നെ നമ്മൾ ഇത് ഫിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഈ തുണി എടുക്കാൻ പാടില്ല. നമ്മൾ ഇതിനെ എടുക്കുക, നേരെ കൃത്യമായിട്ട് ഗ്യാപ്പ് ഈ പെട്രോൾ ടാങ്കിൻ്റെ ഗ്യാപ്പിനെ എടുത്തിട്ട് നേരെ ഇവിടെ വച്ചിട്ട് സ്ക്രൂ വെച്ച് ഇങ്ങനെ നമ്മൾ മുറുക്കി വച്ചതിന് ശേഷം മാത്രമേ ഉള്ളൂ നമ്മളിതിനൊന്ന് തുടയ്ക്കുക. ഇവിടത്തുള്ള പൊടിയും ഒന്ന് ഊതിയതിന് ശേഷം തുടച്ച് കഴിഞ്ഞാൽ ഓക്കെ. ചാവിയോട് ഓക്കെ. നമ്മളിത് ഫിക്സാക്കി കേട്ടോ. ചാവി നമ്മൾ ഫിക്സാക്കി തുറന്നു കഴിഞ്ഞാൽ നമ്മൾ നോക്കുക, ഇതാണ് ക്യാപ്പ് ഫിറ്റ് ചെയ്യാനുള്ള. നമ്മളിതാണ്ട് ഇത് ഫിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഇത് ഓട്ടോമാറ്റിക്കായിട്ട് തിരിഞ്ഞ് വരിക. അപ്പോൾ കണ്ടല്ലോ, നമ്മളിത് പെട്രോൾ പമ്പിൽ ചെന്നിട്ട് പെട്രോൾ അടിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിനെ പ്രസ് ചെയ്യുമ്പോൾ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ലോക്ക് ആവണം കേട്ടോ. ആ കണക്കിനാണ് ഇവിടെ നമ്മൾ പ്രസ് ചെയ്ത് മുറുക്കാനുള്ളത് കേട്ടോ. ഇതാണ്. ഇപ്പം ഈ ഭാഗം ക്ലിയറായി, എല്ലാവർക്കും മനസ്സിലായെന്ന് തോന്നുന്നു. ഇനി അടുത്തതാണ് നമ്മൾ ഇവിടെ പെട്രോൾ സ്ട്രെയിനർ ചെയ്യുന്നത്. ഇവിടെ ഇത് കാണും. ഇനി നമുക്ക് പെട്രോൾ സ്ട്രെയിനറാണ് ഫിറ്റ് ചെയ്യാനുള്ളത്. അപ്പോൾ ഇതിൽ കുറച്ച് ഏകദേശം ഒരു ഗമ്മിൻ്റെ ഗമ്മുണ്ട്. അപ്പോൾ നമുക്ക് വേറെ ഒന്ന് രണ്ടാം പോണ്ടൊന്നും ഒട്ടിക്കേണ്ട കാര്യമില്ല. ഇത് പെട്രോൾ സ്ട്രെയിനറാണ്, അടുത്ത് കാണിക്കാം. ഇതാണ് പുതിയ ഫയൽ. ഇതിനകത്ത് സ്ട്രെയിനറാണ്, ഇതിങ്ങനെയാണ് വയ്ക്കുന്നത്. സ്ട്രെയിനർ ഇങ്ങനെ വയ്ക്കുമ്പോഴത്തേക്ക് നമ്മൾ വേറെ ഒന്നും ഇതിൽ ഒട്ടിക്കേണ്ട കാര്യമില്ല, നേരെ ഒട്ടാനുള്ളതുണ്ട്. അപ്പോൾ നമുക്കിത് നേരെ വെച്ചിട്ട് വാഷറും വേണം, ഞാൻ കാണിക്കും. അപ്പോൾ ഇത് നമ്മൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ പോലും നമുക്ക് അത്ര വിശ്വാസം വരില്ല. 10ൻ്റെ ഒരു സ്പാനർ എടുത്തിട്ട് നമ്മൾ ഇതിനകത്തൊരു ഫിൽറ്റർ വേണം, അത് നോക്കണം നമ്മൾ കേട്ടോ. ഇതാ കണ്ടു, ഇതിങ്ങനെ തുറന്ന് നമ്മൾ ഇതിനെ ചെക്ക് ചെയ്യുക, ഇതിനകത്ത് ഫിൽറ്റർ ഉണ്ടോ. ഇതിനകത്ത് ഇതാ കണ്ടല്ലോ വാഷർ വരും, കാണുന്നു. ഇതിനകത്തൊരു വാഷർ വരും, ഇതിനകത്ത് ഈ ഫിൽറ്റർ വരും. ഇതിനെ നമുക്ക് തിരിച്ച് ഇളക്കേണ്ടി ഉള്ള ഒരു ഇതുണ്ട്. ഇതാകണ്ട് അകത്തൊരു ഫിൽറ്റർ വരും. ഈ ഫിൽറ്ററിന് നമുക്ക് ഇങ്ങനെ അഴിച്ച് എടുക്കാമെന്നേ ഉള്ളൂ. ഇതിനകത്ത് കറക്റ്റായിട്ട് നമ്മളിത് കാണുക, ഇങ്ങനൊരു ഫിൽറ്റർ ഇതിനകത്ത് വരും. നമ്മളെ വീഡിയോയിലൊക്കെ അത് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്കിതിനെ തിരിച്ച് റീപ്ലേസ് ഇങ്ങനെ ചെയ്യാം. വലിയ മുടുക്കമൊന്നും വേണ്ട കേട്ടോ, ഇത്ര കയ്യിലെ മുടുക്ക് മാത്രം മതി കേട്ടോ. എന്നിട്ട് ഇതിനകത്ത് നമ്മൾ കുറച്ച് ഓടുമ്പോൾ പെട്രോളിൻ്റെ വേസ്റ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ ബോട്ടിൽ വന്ന് ഇതിനകത്ത് ഈ റിസർവിൽ വന്ന് അടഞ്ഞിരിക്കും കേട്ടോ. അപ്പോൾ അത് നമുക്ക് ചെയ്തിട്ട് തീർച്ചയായിട്ടും നമ്മൾ നോക്കുക, ഓരോന്നും നമ്മൾ നോക്കുമ്പോൾ ഇങ്ങനെ നോക്കുക. എന്നിട്ട് ഇതിനെ ജസ്റ്റായിട്ടൊന്ന് അടച്ചു കൊടുത്താൽ മതി. ഇതിനെ ജസ്റ്റ് ഒന്ന് ടൈറ്റ് ചെയ്യുക. ഓക്കെ. അപ്പോൾ അത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് സ്ട്രെയിനറിൻ്റെ ഇത് റിസർവിലാണ് വരുന്നത്, ഇത് മെയിനിലാണ് വരുന്നത്. തിരിച്ച് നേരെ വയ്ക്കുമ്പോഴത്തേക്ക് റിസർവിലാണ്. അപ്പോൾ നമുക്ക് ഓഫിൽ ഇവിടെയാണ് വരുന്നത്. നമുക്ക് തിരിച്ച് ഇങ്ങനെ തന്നെ വയ്ക്കാം.
നമ്മുടെ റിസർവ് മെയിനുമായിട്ട് ഇങ്ങനെയാണ് കാണുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് തിരിച്ച് ഇങ്ങനെ വയ്ക്കാം. ഓക്കെ, എന്നിട്ട് നമുക്ക് ഇതിൻ്റെ നെറ്റ് ബോൾട്ട് ഫിറ്റ് ചെയ്യാം. പുതിയ ടാങ്ക് വാങ്ങുമ്പോഴത്തേക്കുള്ള ഇതാണ് കേട്ടോ ഞാൻ പറയുന്നത്. അത് കണ്ടല്ലോ, 4-ൻ്റെ എൽക്കിയാണ്. 3-4-ൻ്റെ എൽക്കി വരും. ഒന്ന് ടൈറ്റ് ചെയ്യാൻ പാടില്ല, രണ്ടാമത്തേതിന് അതേപോലെ. ഇതിൽ 2 വാഷറിൻ്റെ വാഷറാണ്. ഇത് നമുക്ക് തിരിച്ച് ഇതേപോലെ ഇതിനെ നേരെ ഫിറ്റ് ചെയ്ത് കൊടുക്കും. നമുക്ക് എല്ലങ്കി എടുത്തു കഴിഞ്ഞാൽ കൃത്യമായിട്ട് നേരെ വന്ന് ഫിറ്റ് ചെയ്യാവുന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ടാങ്കിൻ്റെ വിവരം ഇത്രയൊക്കെ ഉള്ളൂ. ഇത് നല്ലതായിട്ട് ടൈറ്റ് ചെയ്യുക കേട്ടോ. ഓവർ ടൈറ്റൊന്നും കുഴപ്പമില്ല, എന്നാലും ഇത് നന്നായിട്ട് ടൈറ്റ് ചെയ്യുക. ടൈറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു സ്ക്രൂ മാത്രം ടൈറ്റ് ചെയ്യാൻ പാടില്ല, 2 സ്ക്രൂവും കറക്റ്റായിട്ട് ടൈറ്റ് ചെയ്ത് തന്നെ വരണം. ഒരു സ്ക്രൂ ടൈറ്റ് കുറച്ചാകുമ്പോഴത്തേക്ക് നമുക്ക് അടുത്ത സ്ക്രൂവും കൂടെ ടൈറ്റ് ചെയ്യേണ്ടിയുണ്ട് കേട്ടോ. ഒരു സ്ക്രൂ മാത്രം ടൈറ്റ് ചെയ്തിട്ട് അപ്പുറത്ത് ടൈറ്റ് ചെയ്യാൻ നിൽക്കണ്ട. ടൈറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഇങ്ങനെ ഈ കൈ കൊണ്ട് ഒന്നിനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് അത് ടൈറ്റ് ആയിക്കോളും. ഇല്ലയെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ കൂടെ പെട്രോൾ ലീക്കായിട്ട് വരും. ഓക്കെ, 11,000 ആണ്. ചില ഭായിമാർ നമ്മളെ ഹിന്ദിയിലൊക്കെ കേൾക്കുന്നുണ്ട്, എത്രയാണെന്നൊക്കെ നിങ്ങൾ മലയാളം പറഞ്ഞാൽ മനസ്സിലാവില്ലെന്ന് പറഞ്ഞുകൊണ്ട് 11,000 ആണ് ഇതിൻ്റെ MRP. ഇത്രയാണ് നമ്മുടെ വീഡിയോ. ഓക്കെ, താങ്ക് യു.